ഓണത്തിന്റെ ഓണാശംസകൾ. ഞാൻ അഭിരാമി. പുതിയൊരു ഓണം വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് HSR ലേഔട്ട്, ബാംഗ്ലൂർ HSR ലേഔട്ടിലാണുള്ളത്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് എന്താ പറയുക, ഓണസദ്യ കഴിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ HSRൽ ഇങ്ങനെ നോക്കിയായിരുന്നു. HSR എന്ന് പറയുന്നത് ശരിക്കും റെസ്റ്റോറൻറ്റ്സിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി നല്ല കേരള ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഓണം ഈവൻസ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓണസദ്യ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു ഹോട്ടലിൽ എങ്ങനെയാണ് ഓണസദ്യ, അവിടെ എങ്ങനെ പ്രീ ബുക്ക് ചെയ്യണം, എങ്ങനെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെന്ന് കഴിക്കണം, പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത്, എങ്ങനെയാണ് സദ്യ എന്ന് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഉള്ളത് HSRലെ സെക്കൻഡ് സെക്ടറിലാണ്. അപ്പോൾ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഞാൻ സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഹോട്ടലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഹോട്ടലിൽ നിന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും നമുക്ക് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ, ഒരു 2 മിനിറ്റേ ഉള്ളൂ അവിടെ എത്താൻ. അപ്പോൾ നമുക്ക് ഇവിടെ പോവാം. നിങ്ങൾ അവിടെ കാണുന്ന പോലെ അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കുമരകത്താണ് ഞാൻ പോയത്. ഇവിടെ കാണാം. സോ ആ കാണുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇരുന്ന് കഴിക്കാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്ക് വരുന്നത്. ശരിക്കും 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓൾറെഡി പ്രീ ബുക്ക് ചെയ്യാം, പിന്നെ പ്രീ ബുക്ക് ടേക്ക് അവേ, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് സ്പോട്ട് ടേക്ക് അവേ, പിന്നെ ഹോട്ടലിൽ ചെന്നിരുന്ന് കഴിക്കുന്നതിന് ഏകദേശം 800 രൂപയാണ് അവർ പറഞ്ഞത്, പ്ലസ് ഒബ്വിയസ്ലി GST ആൻഡ് ടാക്സ്. അതല്ലാതെ ഇപ്പോൾ പ്രീ ബുക്ക്ഡ് ടേക്ക് അവേ ആണെങ്കിൽ ഏകദേശം ഒരു 899 രൂപ. അല്ലാതെ സ്പോട്ട് ടേക്ക് അവേ ആണെങ്കിൽ വീണ്ടും ഒരു 100 രൂപ കൂടും. അങ്ങനെ 3 തരത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ പ്രീ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് വേഗം തന്നെ പോയി എടുത്ത് ഫുഡ് കൊണ്ടുവരാൻ പറ്റി. അവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്നുകിൽ സ്പോട്ട് ടേക്ക് അവേ അല്ലെങ്കിൽ അകത്ത് ചെന്നിരുന്ന് കഴിക്കാനായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം, വീട്ടിലെത്തിയിട്ട് നോക്കാം എന്തൊക്കെയുണ്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഓൾറെഡി തിരിച്ച് വീട്ടിലെത്താറായി. ഈ ലൈനിൻ്റെ ഒരു മിഡിലായിട്ടാണ് ഞങ്ങളുടെ വീട്. ഇവരിവിടെ ഇലയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് കഴിക്കാം.
ഞങ്ങൾ 2 സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഒന്നെന്ന് പറയുന്നത് ഫുൾ മീല്, ഒരു ഓണസദ്യ. മറ്റൊന്ന് പറയുന്നത് പായസം. എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു പാലട പായസം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. നന്നായിട്ട് ഇവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും സ്പില്ലൊന്നും ചെയ്യാതെ രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഐറ്റംസ്. പപ്പടം, എനിക്കൊന്നും ഇത് സാമ്പാറാണെന്ന് തോന്നുന്നു. പഴം, പിന്നെ ഇത് സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ നോക്കാം നമുക്ക് എന്താണ്. ഇതൊക്കെ ഓരോരോ കറികളാണ്. പുളിശ്ശേരി, ഉപ്പ്, പിക്കിള്. ഇതെന്താണ്? ഇത് മിക്കവാറും എക്സ്ട്രാ ചോറായിരിക്കും. ഇവർ എക്സ്ട്രാ ചോറ് തരും. പിന്നെ ഇതെനിക്ക് തോന്നുന്നു കുഞ്ഞു പായസമായിരിക്കും. ഇതൊക്കെ ഓരോരോ തോരനും പച്ചടിയും, പച്ചടി വേറൊരു തരത്തിലുള്ള പച്ചടി. എന്താണെന്ന് നോക്കണം കേട്ടോ. മിക്കവാറും ഇതൊക്കെ കുറച്ച് നെയ്യും തന്നിട്ടുണ്ട് കേട്ടോ. ഇത് രസം എല്ലാം ഉണ്ട്. നോർമലി നമ്മുടെ ചോറ്. ഇതാണ് ചോറ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തോരൻ, അവിയല്. ഞാൻ ഓപ്പൺ ചെയ്യാം. മൈ സാരി ലുക്കിംഗ് ഗുഡ്. പച്ചടി, തോരൻ, അവിയൽ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്കിനി അൺപാക്ക് ചെയ്തിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ. ഞങ്ങൾക്കൊരു ഇലയുണ്ട്. ഞാനപ്പോൾ ഇല എടുത്തിട്ട് വരാം. എനിക്ക് എക്സാക്ട് നമ്മുടെ ഓണസദ്യക്ക് എല്ലാ വിഭവങ്ങളും ഇടേണ്ട ഒരു ഓർഡർ ഉണ്ട്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കണ്ടതുപോലെ എനിക്കറിയുള്ളൂ. എനിക്ക് ഓർമ്മയുള്ളതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് അച്ചാറുകൾ ആദ്യം ഇടണം. അപ്പം നമുക്ക് അച്ചാറിടും. എനിക്ക് തോന്നണു ഇത് നാരങ്ങ അച്ചാറ്. പിന്നെ ഇത് മിക്കാറും എന്തെങ്കിലും തോരൻ. പയറിൻ്റെ തോരൻ. കുറച്ച് പച്ചടി. Right? Okay, you show this here. Are you showing? ഇനി പപ്പടം. എനിക്ക് തോന്നുന്നു ഇത് പരിപ്പാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് പരിപ്പ്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ പരിപ്പ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത്. ഇവിടെ പായസം ഉണ്ട്. പായസം ഞാനിവിടെ വയ്ക്കാം. പിന്നെ പഴം. ബാക്കിയെല്ലാം ഉണ്ട്. എന്താ പറയുക, ഇത് സാമ്പാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നോക്കാം എന്താണ്. ഇത് രസം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്താണെന്ന് നോക്കണം. ഓക്കെ, നമുക്കിവിടെ ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ചിപ്സ്, ശർക്കര വരട്ടി. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ശർക്കര വരട്ടി. ഓക്കെ, മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ അറിവ് വെച്ചിട്ട് ഇതാണ് ഓരോ കറികളുടെയും ഓർഡർ. നമുക്കപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അങ്ങനെ എൻ്റെ ഓണസദ്യ കഴിഞ്ഞു. ഓണസദ്യ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് എല്ലാ കറികളും എല്ലാം ഇഷ്ടമായി. പായസമടക്കം എല്ലാം നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഹാവ് എ ഗ്രേറ്റ് ഓണം. ബൈ എവരിവൺ.